അപ്പോൾ നമ്മുടെ ഓഫർ എന്താണെന്നറിയാമോ? 5 പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ട് വാങ്ങുന്നവർക്കാണെങ്കിൽ കൂട്ടുകാരെ ഉണ്ടല്ലോ, ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ചെടി ഏതാണെന്നറിയാമോ? ഇതാണ് കേട്ടോ, നമുക്ക് വളർത്താനും എളുപ്പം എന്നാൽ നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരുന്നൊരു ചെടിയാണ് കേട്ടോ, നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മളൊരു 2-3 ചെടികളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പൂക്കളെയൊക്കെ കണ്ടിട്ട് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, ചെറിയൊരു സെയിൽ വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെടീനെ എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയൂ കേട്ടോ. ഇത് കണ്ടോ, എന്തൊരു ഭംഗിയായിട്ടെന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയാണ് കേട്ടോ. ഇതിലിങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കണ്ടോ, എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് കെയർ ചെയ്യണം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ പറയും. പക്ഷേ ഇന്ന് നമുക്ക് കൊടുക്കാനുള്ള ആ ഒരു ചെടീനും കൂടെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ജെറേനിയം പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഹെൽത്തിയായ നല്ല അടിപൊളി പ്ലാന്റാണ് ഇതാട്ടോ. ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കണ്ടോ. ഇതുപോലെ ചെറിയൊരു പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് നട്ടേക്കണത്. അപ്പോൾ നമ്മളിതുണ്ടല്ലോ 3 പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട്, 5 പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 പ്ലാന്റിൻ്റെ കോംബോ ഒക്കെ ആയിട്ട് വാങ്ങുന്നവരാണെങ്കിൽ നമ്മളിത് വിത്ത് പോട്ടോട് കൂടെ തന്നെ അയക്കും കേട്ടോ. 5 പ്ലാന്റിൻ്റെ ആണെങ്കിൽ നമ്മൾ പോട്ടോട് കൂടെ അയക്കില്ല, ജസ്റ്റ് പോട്ടിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സിനെ നമ്മൾ അയച്ചു തരുള്ളൂ. നമ്മുടെ ജെറേനിയം ചെടിയിലുണ്ടല്ലോ ഇതുപോലത്തെയൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ വിരിയുന്നത്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ചെടിയിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ നമ്മുടെ എല്ലാ ചെടിയിലും ഫ്ലവർ വരാനായിട്ട് കേട്ടോ നിറച്ച് മുട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലാ ചെടിയും ഇതിൻ്റെ വ്യത്യസ്തമായ കളറുകളാണ്, ഷെയ്ഡ് കളർ വരുന്നതുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ജെറേനിയം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയത്തിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റാണ്. ഈ കാണുന്നത് ഹാങ്ങിങ് ജെറേനിയം, ഈ കാണുന്നത് ഗ്രൗണ്ട് ജെറേനിയം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ചെടി നടുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇളക്കമുള്ള പോട്ടി മിക്സറിൽ വേണം നട്ടു കൊടുക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു ചെടി നട്ടേക്കണമെന്നുള്ളൂ വെറും ചകിരിച്ചോറിലാണ് കേട്ടോ നട്ടേക്കണം, പെർലൈറ്റ് ഇട്ടിട്ട് ചകിരിച്ചോറിലാണ് നട്ടു കൊടുത്തേക്കണത്. പിന്നെ ഇതിൻ്റെ നനവ് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു ചെടി നമ്മൾ ഒരു ദിവസം നനച്ചാലുണ്ടല്ലോ പിന്നെ നമുക്ക് 2 ദിവസം കൂടി കഴിഞ്ഞ് നനച്ചാൽ മതി കേട്ടോ. അതായത് അല്ലെങ്കിൽ 1.5 ഇടവിട്ട് നനച്ചാൽ മതി. അധികം വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ. നന മാത്രം നമ്മൾ ഈ ഒരു ചെടീനെ ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. പിന്നെ അതുകൂടാണ്ട് ചെടിയൊക്കെ പിടിച്ച് നല്ല ഭംഗിയായി വന്നതിന് ശേഷം കുറച്ച് NPK 19 പിന്നെ ചാണകപ്പൊടിയൊക്കെ ചുവട്ടിലിട്ട് കൊടുക്കുക. വളരെ എന്താ പറയുക, കെയർ കുറഞ്ഞ് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ. ഈ ഒരു ചെടിയുണ്ടല്ലോ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നതാണ് കേട്ടോ. അതായത് റെഡ് വാടാമല്ലിൻ്റെ സീഡുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ സീഡല്ല ഉള്ളത്, റെഡ് വാടാമല്ലിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ആ പ്ലാന്റ് വരുന്നത് കണ്ടോ, പൂവിടാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റാണ് കേട്ടോ. അപ്പം ഈ ഒരു ചെടിയൊക്കെ വേണ്ടവരുണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം. എന്താണെന്നറിയാമോ, ഇതൊന്നും നമുക്ക് അധികം പ്ലാന്റ്സ് ഇല്ല കേട്ടോ, കുറച്ച് പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തീർന്നു പോകും കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ പ്ലാന്റാണ് നല്ല നാടൻ വെറൈറ്റി ജമന്തി പ്ലാന്റ്. ഭയങ്കര ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ നാടൻ ജമന്തി. അപ്പം ഇതും ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. ഇത് നമ്മളൊരു കോംബോ ആയിട്ടാണ് പ്ലാന്റ്സ് തരുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്ന ചെടി ഏതാണെന്നറിയോ? ഇതാണ് നമ്മുടെ ഓർക്കിഡ് റോസ്. വളരെ നല്ല ഹെൽത്തിയായ പ്ലാന്റാണ്, ഓൺ റൂട്ടഡ് പ്ലാന്റ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ചില പ്ലാന്റിൽ ഫ്ലവർ ഉണ്ട്, എന്നാൽ എല്ലാ പ്ലാന്റ്സിലൊന്നും ഫ്ലവേഴ്സ് ആയിട്ടില്ല കേട്ടോ. പക്ഷേ മുട്ട് വരാനായിട്ടുള്ള ഒരു തേങ്ങലിലാണ്. അപ്പം നമ്മുടെ ഇവിടെ ഹാങ്ങിങ് ജെറേനിയം നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കണതാണ് കേട്ടോ. ഈ ഒരു ഹാങ്ങിങ് ജെറേനിയം എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു ചെടീനെ കാണിച്ചു തരുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്താൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വന്നിട്ട് ഇതുപോലെ നിറച്ച് പൂവുണ്ടാവും കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിലൊക്കെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പ്ലാന്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പ്ലാന്റ്സുകൾ സ്റ്റോക്ക് ഔട്ടാകും, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് പ്ലാന്റ്സുകൾ പെട്ടെന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ അയക്കുന്നത് DTDC കൊറിയർ സർവീസും പ്രൊഫഷണൽ കൊറിയർ സർവീസ് വഴിയൊക്കെയാണ് കേട്ടോ പ്ലാന്റ്സുകൾ അയക്കുന്നത്. അപ്പം ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം ഉണ്ടല്ലോ നമ്മൾ കാർട്ടിൽ നമ്മൾ അപ്ലോഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ആവശ്യമുള്ളവർക്ക് നമ്മുടെ കാർട്ടിൽ കയറി അത് സെലക്ട് ചെയ്യാൻ അറിയുന്നവർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. ഇനി അല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഏത് പ്ലാന്റ്സാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെങ്കിൽ വാങ്ങാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന പ്ലാന്റ്സിൽ 5 പ്ലാന്റിൻ്റെ ഒരു കോംബോ, അതായത് ഇപ്പം ഒരു പ്ലാന്റ് തന്നെ 5 എണ്ണം എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇഷ്ടപ്പെട്ട ഈ കാണിച്ച പ്ലാന്റിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അങ്ങനത്തെ ഏത് പ്ലാന്റ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് 5 എണ്ണം എടുക്കുന്നവർക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓഫറും കൂടെ തരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഓഫർ എന്താണെന്നറിയാമോ? 5 പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ട് വാങ്ങുന്നവർക്കാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഹൈബ്രിഡ് ബോൾസം പ്ലാന്റോ അല്ലെങ്കിൽ നമ്മുടെ ജമന്തിൻ്റെ ഒരു പ്ലാന്റൊക്കെ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട്, ഫ്രീ പറഞ്ഞ പ്ലാന്റ് ഏതെങ്കിലും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വേറെ പ്ലാന്റ്സ് കൂടെ നമ്മൾ വേറെ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ ഓഫറായിട്ട് തരുന്നത്.